Okay, God will do English. സമയത്തിന്റെ അവലാപനം. Thank you, Lord. ദൈവസ്തോത്രം, ദൈവനന്ദി. ഞാനും ഈ കഴിഞ്ഞ ആഴ്ച ഇത് 4 ആഴ്ചകൾ മുമ്പ് 2 ആഴ്ചതാണെങ്കിലും അതുപോലെ അവസാനത്തെ 2 ആഴ്ച ഭയങ്കര ബിസിയായി പോയി. അപ്പോൾ അങ്ങനെ വന്നിരുന്ന ഇന്നലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പൊ 2 വായിൽ വന്ന 3 വചനങ്ങളൊക്കെ 2 പേജായിട്ട് എഴുതി വെച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒന്നും വരുന്നില്ല. അപ്പൊ അന്നേരം പാസ്റ്റർ ക്ഷമിക്കണം, പാസ്റ്ററിനോട് സ്വല്പം ദേഷ്യം തോന്നി. എന്നാലും ദൈവം തന്നിരിക്കുന്ന ഓരോ നന്ദിയെ ഓർത്തു, ദൈവത്തെ ഓർത്തു, ദൈവം തന്നിരിക്കുന്ന വചനം പറയാനായിട്ട് ഒച്ച തന്നിരിക്കുന്നു, ആരോഗ്യം തന്നിരിക്കുന്നെങ്കിൽ, ഒരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറയണം എന്ന് ആലോചിച്ചു. ദൈവം അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ രാവിലെ 3:49 ആയപ്പോൾ ഞാനും എഴുന്നേറ്റു. പിന്നെ എന്തൊക്കെ കുറെ എഴുതി വെച്ചു, ഇങ്ങനെ കുറെ എഴുതി വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ കുറെ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് കുറെ എഴുതി വെച്ചു. അപ്പൊ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഇപ്പൊ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് ഇരിക്കും. അതാണ് ഇതിലെ പ്രശ്നം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കണക്ഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പറയാൻ ശ്രമിക്കുന്നു. അതിനുമുമ്പ് ഞാനൊരു പ്രാർത്ഥിക്കുന്നു. ദൈവസ്തോത്രം ഈശ്വരാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഈശ്വരാർത്ഥിക്കുന്നു. ദൈവസ്തോത്രം അങ്ങ് പറഞ്ഞതാണല്ലോ ഇപ്പോഴോട് പറയാൻ. അത് വേറെ ഒന്നുമല്ല കർത്താവേ. അതിനാൽ അത് തെറ്റിപ്പോവുകയില്ലല്ലോ. ദൈവത്തിന്റെ വചനം ബാക്കിയെല്ലാം ഞാൻ പറയുന്നത് തെറ്റിപ്പോയേക്കാം. തെറ്റിപ്പോവുകയില്ല. അതിനാൽ ദൈവം ഞാൻ ശ്രദ്ധിക്കുന്നു, ആരാധിക്കുന്നു, ഞാനെന്റെ ഇത് എങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു 2-3 മാസം മുമ്പ് എനിക്ക് അഹങ്കാരത്തെക്കുറിച്ച്, മനുഷ്യന്റെ അഹങ്കാരത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് പഠിക്കണമെന്നോ അത് കേൾക്കണമെന്നോ ഒക്കെ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ അങ്ങനെ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ വന്നു. നമ്മളിങ്ങനെ ഇടയ്ക്ക് കുറെ ഫീച്ചേഴ്സ് ഒക്കെ വന്നപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചൊക്കെ ടച്ച് ചെയ്ത് പോയി. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതാണ് ഞാനായിട്ട് അത് വായിക്കാം. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം പറയാൻ പോകുന്നത് എന്താണ് നമ്മൾ. പക്ഷേ ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ അതൊരു സിന്നാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വചനം എന്താണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ദൈവം നമ്മളെ എങ്ങനെ അതിൽ നിന്ന് കരകയറ്റാം എന്നുള്ളതിനെ കുറിച്ച്, പിന്നെ നമ്മള് അഹങ്കാരികള് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ചിന്തകള് എന്തൊക്കെയാണ് അഹങ്കാരികള്, പിന്നെ എന്ത് തരം അഹങ്കാരങ്ങളുണ്ട്, പിന്നെ ഉള്ളത് ദൈവം നമ്മളെ നമ്മുടെ ഉൽപ്പത്തിയിലൂടെ ഒന്ന് പോയിട്ട് അവിടുത്തെ ഒരു അഹങ്കാരം വന്നതിലൊരു വീഴ്ചയെ കുറിച്ച്, പിന്നെ ദാനിയേൽ 4 കൂടെ പോയി നെബൂഖദ്നേസറിനെ പറ്റിയ ഒരു വീഴ്ചയെ കുറിച്ച് സംസാരിക്കാം. പിന്നെ എസ്തറിലൂടെ ഹാമാനെ വീഴ്ത്തിയ കഥ, അതും നമുക്കൊന്ന് ധ്യാനിക്കാം. ആദ്യമായിട്ട് ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 1:5-10 വരെ. This is the message we have heard from him and declare to you. God is light, in him there is no darkness at all. If we claim to have fellowship with him and yet walk in the darkness, we lie and do not live out the truth. Amen. But if we walk in the light, as he is in the light, we have fellowship with one another, and the blood of Jesus, his Son, purifies us from all sin. Amen. If we claim to be without sin, we deceive ourselves and the truth is not in us. Amen. If we confess our sins, he is faithful and just and will
to forgive us our sins and purify us from all unrighteousness. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോടുള്ള കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ, ആമേൻ. ദൈവം വെളിച്ചമാകുന്നു. അപ്പോൾ വെളിച്ചമാകുന്ന ദൈവം എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ കാണിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് കുരിശില് നമ്മുടെ പണിഷ്മെന്റ് ഏറ്റെടുത്തു ഒരു ദൈവത്തെ നമുക്ക് കാണാം. ആമേൻ. പാപികളായിട്ടുള്ളവർ ചെല്ലുമ്പോൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ചെല്ലുന്ന അവരെ എല്ലാവരും ഉപേക്ഷിക്കപ്പോൾ ഉപേക്ഷിക്കാത്ത ദൈവം കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു എന്റെ കൂടെ ആരുമില്ല എന്ന് പറയുമ്പോഴും ദൈവം അവരുടെ കൂടെയുണ്ട്. ദൈവം വളരെ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഫിഷർമാനെ അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങനെയുള്ളവരെയാണ് സെലക്ട് ചെയ്തിരുന്നത്. ദൈവം വളരെ സ്നേഹം, പിള്ളേരെ പോലും കുട്ടികളെ പോലും സ്നേഹിക്കുന്ന ദൈവം, അവരെ ഇഷ്ടപ്പെടുന്നവര് എല്ലാവരും ആരെങ്കിലും അസുഖങ്ങളായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭൂതങ്ങൾ പിടിക്കപ്പെട്ടവരായിട്ടുണ്ടവരെങ്കിൽ അവര് അതിന് വിടുതൽ കൊടുക്കുന്ന ഒരു ദൈവം. ഫോർഗീവ്നെസ്, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ക്ഷമിക്കുന്ന ഒരു ദൈവം. വെളിച്ചമാകുന്നു, അങ്ങനെയുള്ള ഒരു ദൈവമാണ് ദൈവം. വെളിച്ചമാകുന്നു, നീതി നടത്തി തരുന്ന ഒരു ദൈവം. ലോകത്തിൽ ആരും നീതി നടത്തി തരാത്ത ദൈവം നീതി നമുക്ക് പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം എപ്പോഴായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മള് വിശ്വാസത്തോട് കൂടിയിരുന്ന നമ്മള് ആ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം അതിന്റെ തക്കതായിട്ടുള്ള സമയത്ത് പ്രവർത്തിക്കും. ഇരുട്ടിന് സ്ഥാനമില്ല. ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഹങ്കാരികളായിട്ടുള്ള എനിക്ക് ദൈവത്തെ ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, ആരും എന്നോട് സംസാരിക്കേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്ക് എന്റെ കുടുംബമുണ്ട്, എനിക്ക് നല്ല ബ്ലെസ്സിങ്സ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഈ ദൈവത്തെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയിൽ പോയാൽ ഇതൊക്കെ കിട്ടും എന്ന് പറയുന്ന ഒരു ഇരുട്ടിന്റെ ഒരു ശബ്ദം, ഒരു ഡിസപ്ഷൻ ഉള്ള ഒരു ശബ്ദം, പിശാചിന്റെ ഒരു ശബ്ദം. ഇരുട്ടില് പക്ഷെ വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറുകയാണ്. പക്ഷെ എന്നാലും വചനം പറയുന്നു നമ്മളിൽ സത്യമില്ല. അതായത് നമ്മള് സാധാരണഗതിയില് നമ്മൾ ഇന്നപ്പോൾ ഈ വചനം ഞാൻ പറഞ്ഞിട്ടായിരിക്കാൻ പോകുന്നത്, വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഓടിച്ചാടുമ്പോൾ അവനോട് കരുണ കാണിക്കാത്തവനായിരിക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ഒന്ന് പറയുകയും വേറൊന്ന് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സത്യമില്ല. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്നു, ഉറച്ചു നിൽക്കുക. പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപം എത്ര കടുത്തതാണ് ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. ദൈവത്തിന് അത് കഴുകാം. ദൈവത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയും. ഒരു മനുഷ്യനും നമ്മളെ വിശ്വസിച്ചെന്ന് വരില്ല, ഒരിക്കലുമില്ല. ഒരു മനുഷ്യനും നമ്മളോട് ക്ഷമിച്ചെന്ന് വരികയില്ല. പക്ഷെ ദൈവം നമ്മളെ നമുക്കറിയാം. ദൈവം കഴിയും, നമ്മളത് അനുഭവിക്കും. എന്നാൽ നമ്മൾ പാവമില്ല എന്ന് പറയുന്നെങ്കിൽ സത്യം നമ്മളില്ലാതെയായ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ
അതായത് നമ്മളൊരു പാപം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ Humble one. നമ്മൾ ഉടനെ തന്നെ കൺഫസ് Yes, yes. എന്നുള്ളതാണ് അതെ. ദൈവം പറയുന്നത്. Amen. Pride in നമ്മള് life. പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ഒരു പ്രാവശ്യം അതൊന്നും പാടെ പിന്നെ Amen. നമ്മുടെ കട്ടിയായിട്ട് വരിക. Amen. 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 ആ, Amen. കൃപ. സകല അനീതിയും പോക്കി നമ്മെ നമ്മെ ശുദ്ധീകരിക്കാൻ വിശ്വസ്തനാണ് Hallelujah. ദൈവം. നീതിമാനാണ്. ആ. Yes. ദൈവത്തിന്റെ ഒരു പാത്ത് ദൈവം എടുക്കുന്നത് നമ്മളെ നീതിയിലേക്ക് നീതിമാനാക്കുക Amen. എന്നുള്ളതാണ് ദൈവത്തിന്റെ കൃപ. Yes. നമ്മള് അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മള് ഈശോ വന്നതും. Yes. കാരണം നമുക്ക് തന്നെ നമ്മുടെ പ്രവർത്തികളാല് Amen. നമ്മൾ എത്ര നന്നായിട്ട് ജീവിക്കാൻ നോക്കിയാലും Amen. നമുക്ക് നടക്കാൻ പറ്റാത്തത് കൃപ, കൃപ. ഈശോ നമ്മുടെ പാപം ഏറ്റെടുത്ത് നമ്മളെ Amen. നീതിമാന്മാരെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് വിശ്വസ്തനായ ദൈവം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് വിശ്വസിച്ചാൽ മാത്രം മതി. Amen. കൃപ. കൃപ. ഈ നിഗളികൾ Amen. നിഗളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈഡ് ഉള്ളവരല്ലേ, അഹങ്കാരം. Amen. ഉള്ളവര്. എന്റെ ഒരു ചിന്ത ഞാൻ പറയുവാണ്. നമ്മൾ ലോകത്തിലേക്ക് നമ്മൾ കൊച്ചു കുഞ്ഞായിട്ട് വന്നപ്പോൾ Amen. ആദ്യം നമ്മൾ കാണുന്നത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച്. Amen. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൊച്ചിന് ആദ്യം നമ്മൾ ചൂട് കൊടുക്കുകയും അതിനെ പുതപ്പിക്കുകയും അതിന് ഫീഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉടനെ തന്നെ ആ കൊച്ചു കരച്ചിൽ നിർത്തുന്നു. Amen. അന്നേ പഠിക്കുന്നു എന്റെ കാര്യം നോക്കുവാൻ ഞാൻ തന്നെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ കരയണം Amen. എന്ന്. പിന്നെ അത് മാത്രമായി അവനിലേക്ക് തന്നെ Self-centered. മാറി. Amen. Yes. അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറുന്നു. Amen. Hallelujah. കൃപയെ കൃപയെ വചനം 1 പത്രോസ് 5 1 Peter 5 verses 5 to 7. Please read it. Likewise, you who are younger, be subject to the elders. Clothe yourselves, all of you, with humility towards one another, for God opposes the proud, but gives grace to the humble. Amen. Humble yourselves, therefore, under the mighty hand of God, so that at the proper time He may exalt you, casting all your anxieties on Him, because He cares for you. അവണ്ണം തന്നെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അപ്പോൾ എല്ലാവരും തമ്മിൽ കീഴടങ്ങി തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. Clothe yourself with the humility. Hallelujah. Always to അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന try to serve others. നമ്മളെ ദൈവം കാണിച്ചു തന്ന ഒരു സെർവന്റ് ആയിട്ടാണ് നമ്മുടെ ഈശോ വന്നിരിക്കുന്നത്. സെർവ് ചെയ്യാനായിട്ട്. താഴ്മയിൽ നിൽക്കുവാണെങ്കിൽ ദൈവം പറയുന്നു നമുക്ക് ദൈവം അക്രമയിലേക്ക് നടത്തും. നിഗളികളാകാൻ ചാൻസ് കുറവാണ് താഴ്ന്നു നിൽക്കുന്നത്. നിങ്ങളിൽ നിന്ന് അഹങ്കാരികളുടെ പറയുന്നതല്ലേ, എന്നെ ആരും പഠിപ്പിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ എന്റെ കാര്യം നോക്കും പറയുന്നത്. അതുപോലെ തന്നെയല്ലേ നമ്മൾ ദൈവത്തോടും പറയുന്നത് പലപ്പോഴും. അപ്പോൾ താഴ്മയോടെ ഒരാളോട് ദേഷ്യപ്പെടുന്നു, അരിശപ്പെടുന്നു. എന്തുകൊണ്ടാ? എനിക്ക് കഴിയും, എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയും, എനിക്ക് ദേഷ്യപ്പെടാനായിട്ടുള്ള അവകാശമുണ്ട് എന്നൊക്കെയുള്ള ചിന്തയാണ്. പക്ഷെ എന്നാൽ എന്നെ ദൈവം അയച്ചേക്കുന്നത് അവനെ സെർവ് ചെയ്യാനാണ്. അവന് ഒരു ക്രിസ്തുവിനെ ഞാൻ സെർവ് ചെയ്യേണ്ട സെർവന്റ് ആണെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറും തീർച്ചയായും. പിന്നെ ഉള്ളത് നമ്മള് സറണ്ടർ ചെയ്യുക. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാര്യങ്ങള് പലതും കൈവിട്ടു പോകുന്നു, നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല. ആ സമയത്തും നമ്മള് നമ്മുടെ ആ സറണ്ടർ വേണം. സറണ്ടർ all is in your hand. Yes, Lord. അങ്ങനത്തെ കൺട്രോൾ ദൈവം നയിക്കട്ടെ. Hallelujah.
you control me. You Amen. control the situation. കർത്താവേ, I cannot handle it anymore. I don't നീ know what to നിയന്ത്രിക്കണം do. കർത്താവേ. Yes. You need to do it. Yes, എന്ന് Lord. പറയുക. Hallelujah. എന്ന് പറയുന്ന ആ humility. Amen. കൃപ കൃപ പിന്നെ പറയുന്നത് നമ്മളെ കൃപ കൃപ കൃപയെ നമ്മളോട് പറയുന്നു ഉണർന്നിരിപ്പിൻ പ്രതിയോഗിയായ നിങ്ങളുടെ ഈശോയുടെ അലറുന്ന അലറുന്ന പോലെ സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് എന്ന് തിരിഞ്ഞു ചുറ്റും നടക്കും. ചുറ്റുന്നു. അമ്മേ, Resist him. അവനോട് എതിർത്ത് നിൽപ്പിൻ, Stand firm in the ഉറച്ചു faith. നിൽപ്പിൻ വിശ്വാസത്തിൽ. യെസ്. ഇതിൽ നിന്ന് മാറ്റുന്നതാണ് സ്റ്റാൻഡ് ഫോം ഇൻ അമ്മേ ഫെയ്ത്ത്. അമ്മേ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നു, നമ്മൾ കാണാത്തതുപോലെയൊക്കെ Amen. നടക്കുന്നില്ല, കൃപ. നമുക്ക് ആകെപ്പാടെ ഒരു ഡൗട്ട് ഉള്ളിൽ കൃപ. വരുന്നു, ഒന്നും നടക്കാതെ വരുമ്പോഴേക്കും ആകെപ്പാടെ ഒരു കൃപ. പേടി വരുന്നു, കൃപ. ആൻസൈറ്റി വരുന്നു, കൃപ. ഡിപ്രഷൻ വരുന്നു, യെസ്. പലതര ടെംപ്റ്റേഷനുകളിലേക്ക് അത് ട്രൈ ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം. ഹല്ലേലൂയ. അവരെ പോയി കാണാം, ഇവരെ പോയി കാണാം, Amen, amen. അവരോട് പറയാം, ഇവരോട് പറയാം എന്നുള്ള കൃപ. ടെംപ്റ്റേഷനുകൾ വരുന്നു. കൃപ കൃപ Resist him. കൃപ. Resist. യെസ്. റെസിസ്റ്റന്റ്. Resist. Amen. പിശാച് കൊണ്ടുവരുന്ന ചിന്തകൾ ഹല്ലേലൂയ. പലതും നമ്മളെ എതിർത്ത് ദൈവത്തിൽ നിന്ന് നിൽക്കണം. അകറ്റുവാനായിട്ട്, Yes. നമ്മളെ പ്രാർത്ഥനയിൽ അകറ്റുവാനായിട്ട്, ഹല്ലേലൂയ. ദൈവത്തെ കാണുന്ന, ദൈവത്തിലേക്ക് നോക്കുന്നതിൽ നിന്ന് അകറ്റുന്നതിനായിട്ട് പിശാച് കൊണ്ടുവരുന്ന ചിന്തകളിൽ നിന്ന് ഹല്ലേലൂയ. resist ചെയ്യണം. ഹല്ലേലൂയ. കൃപ കൃപ. നന്ദി കർത്താവേ. സ്തോത്രം And സ്തോത്രം. stand firm in faith. നമ്മുടെ വിശ്വാസം ഉറച്ചു എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Amen. നമ്മൾ ദൈവത്തിന്റെ ക്യാരക്ടറാണ് നമ്മൾ നോക്കുന്നത്. സ്തോത്രം. നമ്മള് വചനത്തിലൂടെ മുഴുവൻ കാണാം, ദൈവം ഒരിക്കലും കൈവിടുന്നവനല്ല. അല്ല, ഉപേക്ഷിക്കുന്നവനല്ല. He has a sovereign power. ഹല്ലേലൂയ. Whatever the situation may be, Amen. even if he He can cannot solve solve it, everything. nobody can solve it. No. But he has a way. He has a way. Out of it. ഹല്ലേലൂയ. എന്നുള്ള ആ ഒരു Amen. ക്യാരക്ടർ. Amen. And he's a loving God. Yes, He's he a is. forgiving God. Yes, he is. And ആ ക്യാരക്ടറിൽ നമ്മൾ Hallelujah. വിശ്വാസം അർപ്പിക്കും. ഹല്ലേലൂയ. ആ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ പിശാചിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്തോത്രം സ്തോത്രം. പ്രൈഡ് പലതരമുണ്ട്, അഹങ്കാരം പലതരമുണ്ട്. യെസ് ഒന്ന് സെൽഫ് റൈറ്റിയസ് പ്രൈഡ്. യെസ് യെസ്. സ്വയനീതീകരണം. One is superior to others. Amen. That leads to judging others. അമേൻ. കൃപ. ലൂക്ക 18:11. അമേൻ. പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. The Pharisee standing by himself prayed thus, God, I thank you that I am not like other men, extortioners, unjust, adulterers, or even like this tax collector. അപ്പോൾ ഇങ്ങനെ സെൽഫ് റൈറ്റിയസ്. Yes. ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, അമേൻ. അല്ലെങ്കിൽ ഞാൻ ടൈറ്റ് കൊടുക്കുന്നുണ്ട്, അമേൻ. ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ കയറുന്നുണ്ട്, ഹല്ലേലൂയ. ഞാൻ ദിവസവും 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. Yes. മറ്റുള്ളവർക്ക് വേണ്ടി അമേൻ പ്രാർത്ഥിക്കുന്നു അമേൻ അമേൻ. എന്നൊക്കെ പറയാം. ഇത് അങ്ങനെയുള്ള ഹല്ലേലൂയ. സ്വയനീതീകരണമല്ല. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അമേൻ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരും കൃപ. എന്നുള്ള ഒരു സെൽഫ് റൈറ്റിയസ്. അമേൻ, നമുക്ക് അമേൻ. പ്രൈഡ് പതുക്കെ ക്രീപ്പിംഗ് ചെയ്യാം. കൃപൻ ചെയ്യാം തീർച്ചയായും. അത് വളരെ കെയർഫുൾ ആയിരിക്കും. യെസ് ലോർഡ്. യെസ് കെയർഫുൾ ആയിരിക്കണം നമ്മൾ. യെസ് യെസ്. പിന്നെ arrogance and haughtiness. അമേൻ. അതായത് ഗർവം, അമേൻ. ഗർവം, അമേൻ. ഔദത്യം, ദമ്പ്, ഉം. അഹങ്കാരം. സാദൃശ്യവാക്യങ്ങൾ 16:18 പറയുന്നു, അഹങ്കാരം നാശത്തിന് മുമ്പായി വരുന്നു, ഗർവം വീഴ്ചയ്ക്ക് മുമ്പായി അമേൻ. വരുന്നു. അമേൻ. ഹല്ലേലൂയ. അഹങ്കാരം നിറഞ്ഞ അമേൻ. പ്രവൃത്തികള് അത് ഓർത്തോ ഒരു വീഴ്ച വരുന്നുണ്ട്. മുമ്പുണ്ട്. അപ്പൊ ആ പ്രൈഡ്, അത് അഹങ്കാരത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ നമ്മൾ ക്ഷമ ചോദിക്കാൻ, അമേൻ. ദൈവത്തോട് ക്ഷമ ചോദിക്കണം. അമേൻ. പിന്നെ ബോസ്റ്റ് ചെയ്യുന്നത്, അമേൻ. വീമ്പിളക്കുന്നത്, അമേൻ. taking credit for one's accomplishments Hallelujah. or abilities without acknowledging God. അമേൻ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പറയുന്നത് എൻ്റെ കൃപ. ദൈവത്തിന്റെ കൃപയാലാണ്. കൃപ കൃപ കൃപ. നമ്മള് നമുക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, കൃപയേ. നമുക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. നമുക്കൊരു ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാലാണ്. കൃപ മാത്രം. His grace. ആ കൃപയെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാല് അമേൻ. നമുക്കൊരു ദിവസം അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സാഡാ. കാരണം അമേൻ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല. എന്റെ അമേൻ.
പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. Amen. ഒരു ദിവസം ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുഴുവൻ ട്രാഫിക്, Amen. ഭയങ്കര ട്രാഫിക്കും ആൾക്കാർ ക്രോസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോ, ഞാൻ മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണെങ്കിലും ദേഷ്യപ്പെടാനൊന്നും സമയമൊക്കെ എടുത്തു. പക്ഷെ അന്നേരം നീ ഉറപ്പിച്ചു, ലെറ്റ്സ് ഫോക്കസ് ഓൺ മൈ നമ്മുടെ Hallelujah. ദൈവം നല്ലൊരു വണ്ടി തന്ന അനുഗ്രഹിച്ചു, കർത്താവേ നന്ദി. ദൈവം നല്ലൊരു ജോലി തന്ന നന്ദി അനുഗ്രഹിച്ചു, കർത്താവേ. ദൈവം നല്ലൊരു റോഡ് തന്ന നന്ദി, അനുഗ്രഹിച്ചു. നന്ദി, നന്ദി. നമ്മൾ അല്പം സാധാരണ പോയാലും നമ്മൾ ആക്സിഡൻസ് ഒന്നുമല്ല. Amen. അക്നോളജ് ദൈവത്തിന് Hallelujah. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മനസ്സ് ശാന്തമാവുകയും Amen. ദൈവം ക്ലാരിറ്റി ഓഫ് മൈൻഡ് തരികയും ചെയ്യും. ചെയ്യും. Yes, yes. കൃപ. 1 Corinthians 4:7, 1 Corinthians 4:7, Amen. and the second part. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ആമേൻ, ആമേൻ. Amen. ദൈവത്തിൽ നിന്ന് കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? Amen. 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 പിന്നെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് തോന്നാം. Amen. എന്റെ ബുദ്ധിയിൽ വന്നതാണ്, Amen. എന്റെ കഴിവിൽ നിന്നൂടെ വന്നതാണ്. Hallelujah. അതും ഒരു പ്രൈഡിന്റെ ഒരു ലക്ഷണമാണ്. Hallelujah. പിന്നെ പ്രൈഡ് ഓഫ് ലൈഫ്, Amen. ജീവിതത്തിന്റെ അഹങ്കാരം. കൃപ. ഞാൻ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. Amen. പ്രൈഡ് ഓഫ് ലൈഫ്. Amen. അല്ലെങ്കിൽ വചനം പറയുന്നത് Amen. വായിക്കാം. Amen. ക്ലാരിറ്റി ഉണ്ടല്ലോ. 1 യോഹന്നാൻ 2:15 തൊട്ട് 17 വരെ. Amen. 1 യോഹന്നാൻ 1 John. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അമേൻ. ആമേൻ, ആമേൻ, ആമേൻ. സോ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവന് അവനിലില്ല. പിതാവിന്റെ സ്നേഹമില്ല. അമേൻ. നമ്മുടെ ലോകത്തിന് വേണ്ടിയിട്ട് Amen. നമ്മുടെ ലോകത്തിന്റെ ഫെയിമിന് വേണ്ടി ഹല്ലേലൂയ. go after recognition, ഹല്ലേലൂയ. we go after wealth, ഹല്ലേലൂയ. അതിനു വേണ്ടി ഓടി നടക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കൃപ, സമയമില്ല. അമേൻ. നമുക്ക് വേറെ എല്ലാം നമ്മൾ ഇന്നും ബിസിയാണ്. അമേൻ, അമേൻ. അപ്പോ അത് ലോകത്തെ കൂടുതൽ സ്നേഹിക്കുന്ന കർത്താവേ, കൃപ. ഒരു തെളിവായിരിക്കാം. Yes, yes. കൃപ, കൃപ. ജഡമോഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്കൽ പ്ലഷറിന് വേണ്ടിയിട്ട് അമേൻ. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. നമ്മള് കൃപ. ഒരു ഈഗിൾസ് ഗെയിം കാണുന്നതില് ആമേൻ. ആഴ്ച നടന്ന കാര്യമാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നതിലും കൂടുതൽ ജഡമോഹം കൂടുതലായിട്ട് ഈഗിൾസ് ഗെയിം കാണാനായിട്ട് ഇരിക്കാൻ തോന്നി. അമേൻ. കൺമോഹം, ക്രേവിംഗ്, നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് വേണം. അമേൻ. ഒരു പുതിയ കാർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് വേണം, അല്ലെങ്കിൽ പുതിയ വീട് കണ്ടു കഴിഞ്ഞാൽ ആമേൻ. ഞാൻ ഇതായിരിക്കും കൃപ, പണിയുന്നത് കൃപ, കൃപ. എന്നുള്ള വിചാരങ്ങള്. പിന്നെ ജീവിതത്തിന്റെ പ്രതാപം, Amen. arrogant boasting in one's own achievements. Amen. നമ്മള് എന്റെ കഴിവുകളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. Hallelujah. മറ്റുള്ളവന്റെ കഴിവ്, മറ്റുള്ളവന്റെ Hallelujah. കൂടെ ജോലി ചെയ്യുന്നവന് അവനും കൂടെ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ പൊസിഷനിൽ ഇരിക്കാൻ Amen, പറ്റുന്നത്. amen, ഞാൻ amen. ആലോചിക്കാൻ പറ്റാത്ത Yes, ഒരവസ്ഥ. yes, yes. ഞാൻ എന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നു. Wow. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയും. Amen. Praise the Lord. ലോകം അതിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. Hallelujah. ഇങ്ങനത്തെയുള്ള നമ്മുടെ ഫെയിം, നമ്മുടെ അച്ചീവ്മെന്റ്സ്, Amen. നമ്മുടെ ഒരു ഫൈറ്റ് ഫോർ കൃപ, കൺട്രോൾ കൃപ, കൃപ. വേൾഡ് കൺട്രോള്, കുടുംബത്തിൽ കൺട്രോള്, കൃപ. അതെല്ലാം നമുക്ക് ഒഴിഞ്ഞു പോകും. കാരണം Amen. മക്കള് വീട്ടിൽ നിന്ന് പോകും ഒരു ദിവസം, കൃപയേ. നമ്മൾ തന്നെയാകും. Amen. അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള നമ്മുടെ ജോലി ഒരു ദിവസം ഇല്ലാതാകും. അതിനെല്ലാം ഒഴിഞ്ഞു പോകുന്നു. കൃപ, കൃപ. ദൈവം ചെയ്യുന്നവനോ എന്നേക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ആ സമയത്ത് കണ്ട് ചെയ്യുന്നവൻ. ദൈവം നമ്മളെ ഹല്ലേലൂയ. വിട്ടത് എവിടെ, എന്തിനാണ് ആ സമയത്ത്
അതിന് കൃപ. വെച്ചേക്കുന്നത്, നമ്മളെ കൃപ. എവിടെ ആക്കിയിരിക്കുന്നതെന്ന് കൃപ മനസ്സിലാക്കുന്നവൻ കൃപ കൃപ അത് ദൈവത്തിന്റെ മുമ്പിൽ എന്നും അത് ഹല്ലേലൂയ. ഇരിക്കുന്നത് ശാശ്വതമാണ്. സ്തോത്രം സ്തോത്രം. കൃപ കൃപ. നന്ദി കർത്താവേ. ഫിലിപ്പിയൻ 2 chapter 2 verse 3 to 5. അമേൻ. ക്രിസ്തു 3 to 5. Yeah. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒറ്റ കാര്യമുള്ളൂ, മറ്റു നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അമേൻ ക്രിസ്തുവേശുവിലുള്ള ഭാവം. അത് ഏത് ഭാവമാണ്? അമേൻ. താഴ്മ. ക്രിസ്തുവേശുവിലുള്ള ഭാവം. അമേൻ അമേൻ സെർവന്റ്. അമേൻ. സെർവന്റ് Yes. മെന്റാലിറ്റി. ഹല്ലേലൂയ. അവിടെ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അമേൻ. അവിടെയാണ് ഈ പ്രൈഡിൽ നിന്നൊക്കെ മാറണമെങ്കിൽ അത് ദൈവം ഈശോ എങ്ങനെയാണ് കാണിച്ചത്? അമേൻ. സെർവന്റ് മെന്റാലിറ്റിയോടെ. കൃപ 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 കൃപ. പിന്നെ പറയുന്നു there is another type of pride. യെസ്. ആ പ്രൈഡ് നല്ല പ്രൈഡാണ്. കാരണം അത് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും Amen. അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് നന്ദി കൃപ. പറയുന്നു. കൃപ. അപ്പൊ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഓ യെസ്. ഒരു ജോയ് ഉണ്ട് അതില്. അത് Amen. ഒരു നല്ല പ്രൈഡാണ് ഹല്ലേലൂയ. എന്ന് പറയുന്നു. അമേൻ എല്ലാവരെയും വിളിച്ച് ദൈവം ഇന്ന് വിളിച്ചാൽ സന്തോഷം, വിളിച്ചില്ലാൽ സന്തോഷം എന്ന് പറയുന്നത് അമേൻ അമേൻ എല്ലാവരോടും ഒത്തുചേർന്ന് പോകുന്ന, Amen. എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കുന്ന Amen. Amen. ഒരു തരം ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വിജയത്തിൽ Amen. സന്തോഷം. വിജയത്തിൽ സന്തോഷം. Amen. അങ്ങനത്തെ ഒരു നല്ല ഒരു അമേൻ ഒരു പ്രൈഡ്. അമേൻ പ്രശംസിക്കുന്ന 1 കൊറിന്ത്യൻസ് 1:31 പറയുന്നു, അമേൻ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അമേൻ. കൃപ. ഇനി നമ്മള് ഉൽപ്പത്തി 3 കടക്കാം. അമേൻ ഉൽപ്പത്തി 3 ദൈവം പറഞ്ഞു, നിങ്ങൾ Amen. മരിക്കാതിരിക്കേണ്ടതിന് അമേൻ. തോട്ടത്തിലെ നടുവിലുള്ള, ഞാനത് വൃക്ഷത്തിന്റെ പാരഫ്രൈസ് ചെയ്ത് പറയുകയാണ്. തിന്നരുത്. Yes. അതുകൊണ്ട് ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് Amen. തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അമേൻ. പക്ഷെ കൗശലക്കാരനായ പാമ്പ് Yes. ശാല് Amen. ഫലം തിന്നാൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും, നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കും, നിങ്ങള് താണു കൊടുക്കേണ്ട മനുഷ്യരൊന്നുമല്ല, അമേൻ. നിങ്ങളും ഈക്വലായിട്ടുള്ള അവകാശമുള്ളവരാണ്. നിങ്ങള് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും നിങ്ങളെ ലൂസേഴ്സ് ഒന്നും വിളിക്കാൻ നിങ്ങൾ സമ്മതിക്കൊന്നും വേണ്ട. അമേൻ നിങ്ങൾ ഹമ്പിൾ ആവേണ്ട ആരുടെയും കാര്യമൊന്നുമില്ല. അമേൻ. എനിക്ക് ജ്ഞാനം വേണം, എനിക്കതൊക്കെ അറിയണം, അതിന് ഹല്ലേലൂയ. വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഹല്ലേലൂയ. എനിക്കത് അച്ചീവ് ചെയ്യണം. കൃപ. ഇതൊക്കെ പാപമാണെന്ന് അറിയാതെ അമേൻ. സാത്താൻ ഇന്നും പറ്റിക്കുന്നു. പാപമാണെന്ന് അറിയാതെ അമേൻ. നമ്മളെ പാപത്തിലേക്ക് വീഴ്ത്തുന്നു. അമേൻ. അത് ദൈവത്തിൽ നിന്ന് അകലേക്ക് വരുന്നു. യെസ്. പക്ഷെ ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ഒരു അമേൻ പ്രശ്നമുണ്ട്. അമേൻ അമേൻ. നീ എങ്ങനെയായിരുന്നു പണ്ട്? ഹല്ലേലൂയ. നീ മാത്രം അകന്നു പോയി. കൃപ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നീ എവിടെയായിരുന്നു? ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ടോ? കൃപ. കൃപ. നമ്മളോട് ചോദിക്കുന്ന ഒരു കൃപ. ക്വസ്റ്റ്യനാണ്. യെസ്. കൃപ. ഞാന് എന്റെ ജേക്കബ് ചെറുതായിരുന്നപ്പോ അവനിങ്ങനെ അടുത്ത് വന്ന് ഒട്ടിയിരിക്കുകയും കൂടുതൽ എപ്പോഴും എന്റെ അടുത്തുണ്ടായിരുന്നു. അമേൻ. വലുതായി പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹായ് ബായ്, പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇന്ന് കാണുന്നു, ഹൗ വാസ് യു സ്കൂൾ, അത്രേ ഉള്ളൂ. അപ്പോഴ് ദൈവം ചോദിക്കുന്നു, എത്രമാത്രം എന്നിൽ അകന്നു പോയി, നീ എവിടെയായിരുന്നു? Yes, Lord. ആ ഒരു വേദന നമുക്കിന്ന് കാണാൻ സാധിക്കും. Hallelujah. ദൈവത്തിന്റെ വേദന, കൃപ. ആ സ്നേഹം കാണുവാനായിട്ട് കൃപ. കൃപ. സാധിക്കുന്നുണ്ടോ? അമേൻ. കൃപ. നന്ദി നന്ദി നന്ദി. നമ്മള് ചില കാര്യങ്ങൾ മാത്രം ദൈവത്തിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്നവരാണോ? യെസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നവരാണ്, Hallelujah. അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. അതോ കൗശലക്കാരന്റെ കൽപ്പനയാണോ നമ്മൾ അനുസരിക്കുന്നത്? സ്തോത്രം. അവൻ പറയുന്നതാണോ അമേൻ അനുസരിക്കുന്നത്? അമേൻ അമേൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അമേൻ. ദൈവത്തേക്കാൾ വില വേറെ വല്ലതിനും കൊടുത്തിട്ടുണ്ടോ? അമേൻ. കൃപ. കൂടുതല് ബൈബിൾ നോളജ് വെച്ചു, കൃപ. കൂടുതല്
പണവും പ്രശസ്തിയുമായി വന്നു. Amen. നല്ല ജോലി, നല്ല കുടുംബം എല്ലാം കിട്ടി. കൃപ. ആ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തികളും അപ്പോൾ മാറിപ്പോയി. സ്തോത്രം, ദൈവത്തിൽ നിന്നാകുന്നു. സ്തോത്രം. ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, Amen. അല്ലെങ്കിൽ പുരോഹിതൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. Justification. ദൈവം അവിടെ ഒരു വചനം തന്നിട്ടുണ്ട് നമുക്ക്. Amen. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കുവാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കും. Amen. ആ വചനം താൻ വചനത്തിൽ നിന്നും മാറിപ്പോയി വേറെ വിധത്തില് ഒരു പോവുകയാണെങ്കിൽ കൃപ. കൃപ. അവിടെ ഈ ആദവും ഹവ്വായ്ക്കും പറ്റിയതുപോലെ തീർച്ചയായിട്ടും. വീണ്ടും പാപമാണ്. Amen. Amen. ആ പിശാച്, that devil Amen. is still there. Yes, he is still he's there to steal, kill and destroy. destroy. Yes. Destroy. Amen. അത് അവൻ എങ്ങനെയാ വന്നത്? അവനോട് ദൈവം ശപിച്ചു, നീ എന്റെ ശ്രമത്തില് Amen. റോള് ചെയ്തായിരിക്കും Amen. നടക്കുന്നത്. Amen. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പിൽ കണ്ടു Amen. ചാർലിക്കർക്ക് മർഡർ, Amen. അസാസിനേറ്റഡ്. Amen. അത് അവൻ വചനം പറഞ്ഞു കൊടുത്തിരുന്നതും ദൈവത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ അവന്റെ ശ്രമത്തിൽ ട്രോൾ ചെയ്തു വന്ന് കൃപ. കൃപ. അവനെ സ്നൈപ്പർ അവനെ Yes. അസാസിനേറ്റ് ചെയ്തു. Amen. 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 പിശാചിപ്പുകളുണ്ട്. കൃപയേ. സത്യം പറയുന്നവനെ നശിപ്പിക്കാനായി. Amen. 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 കൃപ. എന്നാൽ ദൈവം അവരെ ആദത്തിനെയും ഹവ്വായെയും വെറുതെ വിട്ടില്ല. അവർ പറഞ്ഞു, ദൈവം വീണ്ടും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി. Hallelujah. ഇന്ന് നമുക്ക് യേശുവിന്റെ രക്തത്താൽ Amen. കറ കഴുകി കളഞ്ഞ Hallelujah. സ്റ്റെയിൻ മാറ്റിയ സ്തോത്രം. വസ്ത്രമാണ് നമ്മളെ ഇന്ന് ധരിപ്പിച്ചിരിക്കുന്നത്. Amen. 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 കൃപ. ഇന്ന് നമ്മളെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് യേശു എന്ന വാതായനത്തിലൂടെ നമുക്ക് വീണ്ടും കയറി വരാൻ നമുക്കൊരു കഴിയുമായിരുന്നു. നമ്മളുണ്ടാകും ചാൻസ് ഉണ്ട്. Amen. നമുക്ക് ക്ഷമ ചോദിക്കാം, Hallelujah. മാനസാന്തരപ്പെടാം. കൃപ. We have gone wrong. കൃപ. പ്രൈഡ് നമ്മളോട് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുക, നമ്മൾ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാം. കൃപ. മാനസാന്തരപ്പെടുന്നവരുടെ അടുത്ത് ദൈവമുണ്ട്. ഇനി നമുക്ക് ഡാനിയൽ 4 ഒന്ന് പോവുകയാണെങ്കിൽ Amen. പാരഫ്രൈസ് Hallelujah. എന്നുള്ളതുകൊണ്ട് കൃപ. ഇത് വേറൊരു വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. Amen. നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു ഒരു Yes. വൃക്ഷത്തെ കുറിച്ച്. Amen. ആ വൃക്ഷം പന്തലിച്ച് പന്തലിച്ച് എല്ലാവർക്കും വലുതായി. തണല് കൊടുക്കുക. Yes. കാട്ടുമൃഗങ്ങളൊക്കെ അതിന്റെ അടിയിൽ ട്രസ്റ്റ് ചെയ്യാനും ഒക്കെ വന്നു. അങ്ങനെ Hallelujah. ഭയങ്കര ഒരു ഇതായി. പ്രോസ്പെരിറ്റി, ജീവിതത്തിലെല്ലാം പ്രോസ്പെരിറ്റിയും ഉണ്ടായി. Amen. ഉണ്ടായപ്പോൾ ഒരു തോന്നൽ തോന്നി, ഒരു Amen. അഹങ്കാരം തോന്നി. Amen. എനിക്കെന്തെല്ലാം ഉണ്ട് Amen. എന്നുള്ളൊരു അഹങ്കാരം. Amen. അപ്പോൾ ദൈവം ഒരു ശിക്ഷ കൊടുത്തു. Amen. പറഞ്ഞിട്ടും നെബൂഖദ്നേസറിനോട് പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടും വീണ്ടും ചെയ്തതാണ്. ഇല്ലിയതില്ല. Amen. പക്ഷേ അങ്ങനെ വന്നപ്പോൾ 7 വർഷം Amen. വട്ടുപിടിച്ചവനായി. Yes. ഇന്ന് നമ്മളും Amen. പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്, Hallelujah. നമ്മുടെ റെക്കഗ്നീഷന് വേണ്ടിയിട്ട് വട്ടുപിടിച്ച് നടക്കുന്നുണ്ടോ? Hallelujah. എന്നാല് ആ 7 വർഷം കഴിഞ്ഞു, തിരിച്ചു വരാറായി നമ്മൾ. കൃപ. 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 Thank you. Nebuchadnezzar looked up to God. Amen. Then he realized what Yes. happened. Yes. ദൈവം ആരാണ്? ദൈവം ഈസ് എ സോവറിൻ ഗാഡ് Amen. എന്നുള്ളത് മനസ്സിലായി. Yes. പറഞ്ഞ Yes. എന്ന് മനസ്സിലായി. Amen. 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 എന്നെ രക്ഷിക്കാൻ കഴിയുന്നുള്ളവൻ Hallelujah. ദൈവമാണെന്ന് മനസ്സിലായി. Yes. എന്റെ പ്രോസ്പെരിറ്റി ഒക്കെ പോകും, അതൊക്കെ Amen. ചെയ്യാം. Amen. ഒരു നിമിഷം Amen. കൊണ്ട് Amen. പോകാൻ പറ്റും. Hallelujah. എന്ന് മനസ്സിലായി. കൃപയേ. കൃപ. കൃപ. നമുക്ക് അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കുകൾ Yes. അറിഞ്ഞ് അഡ്മിറ്റ് Hallelujah. ക്ഷമ ചോദിച്ച് ദൈവത്തിന്റെ സ്തോത്രം. മുമ്പിൽ, സ്തോത്രം. സ്തോത്രം. ക്ഷമ ചോദിച്ചിട്ട് നമുക്ക് മാനസാന്തരത്തിലേക്ക് വരാം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കട്ടിയായി പോകും. അതാണ് പ്രശ്നം. പാ. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്, കൃപ. ഉള്ളിയൊക്കെ പൊളിക്കുമ്പോൾ Amen. ഉള്ളിയുടെ ഓരോ ഇങ്ങനെ പീൽ ചെയ്യുക. Amen. പീൽ ചെയ്യുക. Amen. പീൽ ചെയ്യുമ്പോൾ നമ്മൾ കരയും. Amen. അത് ഉള്ളിയോടുള്ള സ്നേഹം കൊണ്ടല്ല,
കെമിക്കൽ നമ്മുടെ കണ്ണില് വരുന്ന ഇതുകൊണ്ടാണല്ലോ. Amen. പക്ഷെ അതുപോലെയാണ് നമ്മുടെ അഹങ്കാരം കൃപ. നമ്മളെ തീരി ചെയ്യുമ്പോൾ അവിടെ ഒരു വേദനയുണ്ട്. Amen. ആ വേദന ഒരു നല്ല വേദനയാണ്. ചിലപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നതായിരിക്കാം, കൃപ. അല്ലെങ്കിൽ ആഗ്രഹിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോയതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്നാലും നമ്മൾ ദൈവത്തോട് വിട്ടകന്നു പോകാതെ Hallelujah. എന്നെ ഫീൽ ചെയ്യുന്നതാകാം, നന്ദി യേശുവേ. എന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കുന്നതാകാം, Amen. ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരു ചാൻസ് ആയിട്ട് നമുക്ക് നൽകാം. Hallelujah. അങ്ങനെ നിൽക്കുന്നവനെ ദൈവം ഉയർത്തുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും തീർച്ചയായും. കൃപ കൃപ എസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ കൃപ കൃപ. വളരെ ഒരു ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എസ്റ്റർ. Amen. ചാപ്റ്റർ 1 കാണാം. Amen. കഴിവും ഭയങ്കര കണക്ഷൻസും ഒക്കെ ആയ ഒരു രാജാവ്. Amen. എല്ലാവരെയും സുഹൃത്തുക്കളുടെയൊക്കെ മുമ്പിൽ എന്റെ പ്രൈസ്ഡ് പൊസിഷനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് ക്യൂവിനെ വിളിക്കുന്നു, Amen. വാഷ്ടിയെ വിളിക്കുന്നു. അപ്പോൾ ഷീൻഖ അത് കാരണമായി അത് വാഷ്ടി രാജ്ഞിയല്ലാതെയും മാറുന്നു. Amen. ബട്ട് ഷീ മേഡ് ദ റൈറ്റ് ഡിസിഷൻ. Amen. കള്ളമൊക്കെ കുടിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് പോയില്ല. Amen. എന്നാൽ ദൈവം അവിടെയും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. Amen. ആ പ്രവൃത്തി കൃപ കൃപ. എസ്തറിന് ദൈവം എങ്ങനെയാണ് വളർത്തിയതെന്ന് ആലോചിക്കാം. ആ ഒരു സമയത്ത് എസ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോരുമില്ലാതെ അനാഥയായ ഒരു പെൺകുട്ടി Yes. കസിൻ മോർഡെഖായിയുടെ കൂടി കാരുണ്യത്തില് വളർന്നു വരുന്നു. Hallelujah. വളർന്നു വരുമ്പോൾ മോർഡെഖായി ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുകയും ദൈവം എല്ലാം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം തുറന്നു കൊടുക്കുകയും ചെയ്തു. Amen. എസ്തർ രാജ്ഞിയായി. കൃപയെ. ഈ മോർഡെഖായെ കുറിച്ച് പറയുവാണെങ്കിൽ മോർഡെഖായി സിറ്റി ഗേറ്റിൽ ഇരുന്നൊരു ചെറിയൊരു മനുഷ്യനാണ്. Amen. ദൈവം ചെറിയ മനുഷ്യരെയും ദൈവം ഉപയോഗിക്കും. Hallelujah. നമ്മൾ രാജാവിനോട് അടുത്ത് തന്നെ ഇരിക്കണമെന്നില്ല. Amen. സമയമാകുമ്പോൾ ഒരു Amen. ചെറിയ മനുഷ്യനെയും Hallelujah. ദൈവം വലിയ പൊസിഷനിലെത്തുവാൻ സ്തോത്രം. Yes. താഴ്മയോടെ നിന്ന് കഴിഞ്ഞാൽ Amen. കൃപ കൃപ. മോർഡെഖായി ഒരു കൊലപാതകം രാജാവിനെ കൊല്ലുവാനുള്ള ഒരു ശ്രമത്തിൽ നിന്ന് മോർഡെഖായി Amen. രക്ഷിച്ചു. Amen. എന്നാൽ യഹൂദരെ വെറുത്തിരുന്ന ഹാമാൻ മോർഡെഖായെ കൊല്ലുവാനായിട്ട് Amen. പറഞ്ഞു. Praise the Lord. അവന് അഹങ്കാരത്താല് നിറഞ്ഞ ഹാമാൻ Amen. പല പരിപാടികളും നോക്കുന്നു. Amen. യഹൂദരെ മോർഡെഖായി മാത്രമല്ല മൊത്തമായി നശിപ്പിച്ചു. യഹൂദരെ മുഴുവൻ കൊല്ലുവാനായിട്ട്. അപ്പാ. Kill all those Jews Amen. എന്നുള്ളതാണ് അവന്റെ. Hallelujah. കൃപ കൃപ. എന്നാല് എളിമയുള്ള ഹൃദയങ്ങൾ, രണ്ട് ഹൃദയങ്ങളെ കാണാം. Amen. മോർഡെഖായുടെ ഹൃദയം, Amen. പിന്നെ ഒന്ന് എസ്തറിന്റെ ഹൃദയം. Hallelujah. എളിമയുണ്ടായിരുന്നു. Amen. Esther knew where she was coming from. കൃപ കൃപ. അത് ഒരിക്കലും മാറിപ്പോയില്ല. Amen. She knew who she was. Amen. ആ ഒരു ജൂ ആണ്, Amen. ഒരു യഹൂദയാണ്. മോർഡെഖായി അങ്ങനെയായിരിക്കും വളർത്തിയിരുത്തും ചിലപ്പോൾ. Amen. കൃപ എസ്തർ പറഞ്ഞു കൃപ. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. Hallelujah. എന്നെ ബലപ്പെടുത്താനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പോവാം. Amen. അത് കഴിഞ്ഞ് പറഞ്ഞു, if I perish, I perish. Hallelujah. അതെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള, if I Amen. perish, I perish. Praise. Yes. ആ ഒരു കറേജ്, അത് ദൈവം അത് മാനിക്കും. അപ്പാ. ദൈവജനത്തിന് എളിമയുള്ള ഹൃദയത്തെയാണ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും. കൃപ കൃപ. താഴത്തിരിക്കുന്നവര് ഒന്നും കണ്ടില്ലേ ചിലപ്പോ പ്രാർത്ഥിക്കുന്നവര്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, Amen. 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 മറ്റുള്ളവരെ കുറിച്ച് വേദനിച്ചിരിക്കുന്നവര് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട്. മോർഡെഖായി മറ്റുള്ള യഹൂദന്മാരെ കുറിച്ച് അവരെ കൊല്ലുമോ എന്നുള്ള പേടിയില് അവരെ കുറിച്ച് വിഷമിച്ചിരുന്നൊരു മനുഷ്യനാണ്. കൃപ. എങ്ങനെ ഇതൊക്കെ നടന്നാലും ഇങ്ങനെയെല്ലാം തകിടുമറിഞ്ഞു രക്ഷയില്ല. ഹാമാൻ ജയിക്കും, മോർഡെഖായെ കൊല്ലും, യഹൂദന്മാരെ കൊല്ലപ്പെടും എന്നെങ്കിലും സർവാധിപതിയായ ദൈവം രാജാവിനോട് ഒരു വിഷനിലൂടെ, ഒരു ഡ്രീമിലൂടെ സംസാരിച്ചു. രാജാവിനോട് സംസാരിച്ചു. ഈ മോർഡെഖായിയോട്
എന്നെ രക്ഷിച്ചത് ഈ മോർദെഖായിക്ക് എന്ത് കിട്ടി, എന്ത് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ആമേൻ. ഒന്നും കൊടുത്തില്ല. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായ രാജാവ്. ആമേൻ. കൃപ കൃപ. അത് കഴിഞ്ഞ് എസ്തറിലൂടെ എന്ത് സംഭവിച്ചു? സത്യം അറിയാൻ കാരണമാക്കി. ഹല്ലേലൂയ. ഹാമാൻ വാസ് എ ബാഡ് പേഴ്സൺ എന്നുള്ളത് ആമേൻ. അറിയാൻ കാരണമാവുകയും കൃപ കൃപ. അഹങ്കാരിയായ ഹാമാനും മക്കളും നീക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ നമ്മള് മനസ്സിലാക്കാനുള്ളത്, ആമേൻ. നമ്മളെ ഇന്ന് എസ്തർ 4:14 പറയുന്നത് വളരെ മനോഹരമാണ്. ഈ ഒരു സമയത്തിന് വേണ്ടിയായിരിക്കാം ദൈവം ഉയർത്തുന്നത്. കൃപ. ദൈവം അത് മോർദെഖായി പറഞ്ഞത് ഈ ഒരു സമയത്തിന് വേണ്ടിയായിരിക്കാം ദൈവം ഉയർത്തുന്നത്. അപ്പോൾ നമ്മളെ വെച്ചിരിക്കുന്നത്, നമ്മളെ ആയിരിക്കുന്ന ഈ സമയം ഈ ഒരു സമയത്തിന് വേണ്ടി, Yes, Lord. നാളത്തേക്കല്ല, ഇന്നലത്തേക്കല്ല, ഈ ഒരു സമയത്തിന് വേണ്ടി. Yes, yes, yes. നമ്മള് ഇൻജസ്റ്റിസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, ആമേൻ, ആമേൻ. കൃപ കൃപ. നമ്മള് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ Yes. എടുക്കുന്നവര് പ്രാർത്ഥനയില് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, കൃപ. അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. Yes, Lord. Yes, Lord. Yes, നമ്മള് Lord. നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയോട് കൂടി നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. Amen, amen. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. Hallelujah. ജയ് ബ്രദർ പറഞ്ഞതുപോലെ Hallelujah. ചടയമംഗലത്തുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Amen. Praise. കർത്താവേ, അവരും ദൈവത്തെ അറിയുവാൻ. സ്നേഹവാനായ ദൈവത്തെ, Amen. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ദൈവത്തെ അറിയുന്നതിന് Hallelujah. കാരണമാകട്ടെ. അവിടെ ആൾക്കാരെ ദൂതന്മാരെ വിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. സ്തോത്രമേ. ദൈവത്തിന്റെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ Amen, amen, amen. ട്രസ്റ്റ് ഇൻ ഗാഡ്സ് ക്യാരക്ടർ. Amen. ദൈവത്തെ നമ്മളെ വിടുകയില്ല, നമ്മളെ ഉപേക്ഷിക്കുകയില്ല. കാരണം ദൈവം വന്നിട്ടുണ്ട്. യേശു നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാം കളഞ്ഞേച്ചാ വന്നേക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവം നമ്മളെ വിടുകയില്ല. ആ ക്യാരക്ടർ അത് ഓർത്തു കഴിഞ്ഞാൽ എല്ലാം കളഞ്ഞേച്ച് വന്ന ഒരു ക്യാരക്ടർ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിടുവോ? Amen. ഒരിക്കലും. Amen. കൃപ കൃപ കൃപ. അങ്ങനെ ദൈവം കൃപയായ കൺവിക്ഷനിലൂടെ പോവുകയാണെങ്കിൽ Amen. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്തെങ്കിലും ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ Amen, amen. ദൈവം തീർച്ചയായും ഈ വചനത്തിലൂടെ Amen. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, Hallelujah. ദൈവം ഉയർത്തിയിരിക്കാൻ ഒരു പ്ലാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കൺവിക്ഷൻ തന്നത്. Hallelujah. ദൈവം ഈ വചനം തന്ന Hallelujah. നമ്മളെല്ലാവരെയും വചനത്തിലൂടെ നമ്മളെല്ലാം നമ്മുടെ പാവങ്ങളെ Amen. സാങ്ക്ടിഫൈ ചെയ്യട്ടെ, Amen. നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യട്ടെ എന്ന് ഞാൻ Amen. പ്രാർത്ഥിക്കുന്നു. Hallelujah. ദൈവം വചനം തന്നതിനെ നന്ദി പറയുന്നു. ഈശ്വരനാഥന് സ്തുതിയും ആരാധനയും. Amen, amen, amen.